സവിശേഷതകൾ ഏറെയുള്ള മിൽക്ക് ഫ്രൂട്ട് എന്ന പാൽപ്പഴം നമുക്കേറെ സുപരിചിതമായ സപ്പോട്ടയുടെയും അബിയുവിൻ്റെയും കുടുംബത്തിൽപ്പെട്ടതാണ്. തെക്കുകിഴക്കൻ ഏഷ്യ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ നന്നായി വളരുന്ന ചെടിയാണിത്. നല്ല പച്ച നിറത്തിലുള്ളതും പർപ്പിൾ നിറത്തിലുള്ളതുമായ വിവിധ ഇനം മിൽക്ക് ഫ്രൂട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന പർപ്പിൾ മിൽക്ക് ഫ്രൂട്ടാണ് രുചികളിൽ കേമൻ. പരിചരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സപ്പോട്ട എവിടെയെല്ലാം വളരുമോ അവിടെയെല്ലാം മിൽക്ക് ഫ്രൂട്ടും നന്നായി വളരുകയും ഫലങ്ങൾ തരികയും ചെയ്യും. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ഫലോൽപാദനവും മെച്ചപ്പെടുകയുള്ളൂ. ഗ്രീൻ മിൽക്ക് ഫ്രൂട്ടിനേക്കാൾ പർപ്പിൾ മിൽക്ക് ഫ്രൂട്ടിന് അതിമധുരമാണ്. പഴത്തിൻ്റെ മൂപ്പ് പാകമായില്ലെങ്കിൽ പഴത്തിൽ കറ കാണാം, ഭക്ഷ്യയോഗ്യമാവുകയുമില്ല. നമ്മുടെ സാഹചര്യത്തിൽ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള വിളവെടുപ്പ് കാലത്ത് പൂർണ്ണ വളർച്ചയെത്തിയ ആരോഗ്യമുള്ള ഒരു മരം 60 മുതൽ 100 kg വരെ പഴം തരും. പഴുത്ത പഴങ്ങൾ ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാം. സ്വാദിനോടൊപ്പം ധാരാളം പോഷക ഗുണമുള്ള മിൽക്ക് ഫ്രൂട്ടിൽ ധാന്യകവും മാംസ്യവും കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങളും വിറ്റാമിൻ സിയുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. തൈകൾ നടുമ്പോൾ മിൽക്ക് ഫ്രൂട്ട് ഇനങ്ങളിൽ ഈ കാണുന്ന പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് തന്നെ നടണം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നടാൻ ഉപയോഗിക്കേണ്ടത്. ഗ്രാഫ്റ്റ് തൈകൾ 2 മുതൽ 3 വർഷം കൊണ്ട് തന്നെ ഫലങ്ങൾ നൽകാൻ തുടങ്ങും.